നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി. മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയ പരാജയം സംഭവിക്കുമായിരുന്നുവെന്ന് വിലയിരുത്തൽ. പൊതുമരാമത്ത് വകുപ്പിനും തൃശൂർ മേയർക്കും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കരിവന്നൂർ വിഷയത്തിൽ കാലിടറിയെന്നും സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി. സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലനും EP ജയരാജനും വിമർശനം. മംഗല പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മണ്ണൂർ നഗരിപ്പുറം സ്വദേശികളായ അനിൽകുമാർ, മണികണ്ഠൻ എന്നിവർ. പ്രതികൾ പോലീസ് സ്റ്റേഷന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തത് ഞായറാഴ്ച. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് MSF. പാലക്കാട്ട് MSF ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രശ്ന പരിഹാരം വരെ സമരമെന്ന് MSF. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് പിടികൂടി. 6 കിലോ 700 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് ഉച്ചയോടെ ഷൊർണൂർ ജംഗ്ഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ. കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയ്ക്കിടെ. പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് സൂക്ഷിച്ച ബാഗ് ട്രെയിനിൽ ഉപേക്ഷിച്ചതാകാമെന്ന് അധികൃതർ. INTUC പാലക്കാട് ജില്ലാ പ്രസിഡന്റായി SK അനന്തകൃഷ്ണൻ ചുമതലയേറ്റു. സ്ഥാനം ഏറ്റെടുത്തത് പാലക്കാട്ട് നടന്ന ജില്ലാ പ്രവർത്തക യോഗത്തിൽ. അടിസ്ഥാന തൊഴിലാളി വർഗത്തെ മതേതര സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടെ മുതലാളിത്ത ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ നയിക്കുന്ന പ്രസ്ഥാനമാണ് INTUC എന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന നിലപാടുകൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരല്ല കേരളത്തിലെന്ന കാര്യം റിലയൻസ് ജിയോ മാനേജ്മെന്റ് തിരിച്ചറിയണമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ദിവാകരൻ. പാലക്കാട് ജിയോ എക്സ്ചേഞ്ചിന് മുന്നിൽ തൊഴിലാളികളുടെ പ്രതിഷേധ സമരം. PF ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട്. ഷൊർണൂർ തൃശൂർ റൂട്ടിലെ വടക്കാഞ്ചേരി പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽപ്പെട്ടത് 4 വാഹനങ്ങൾ. തൃശൂർ ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് കീമാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 55 വയസ്സുള്ള KS ഉത്തമൻ. തൃശൂർ അരിമ്പൂരിൽ ഗൃഹനാഥൻ വീടിനു മുകളിൽ നിന്ന് വീണ് മരിച്ചു. ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ഷൊർണൂരിലെ ഹോട്ടലുകളിലും പലഹാര നിർമ്മാണശാലകളിലും പരിശോധന ശക്തമാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 3 സ്ഥാപനങ്ങൾ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ അടച്ചിടാൻ ഉത്തരവ്. നടപടി പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയതിന്റെയും പ്രവർത്തനം വൃത്തിഹീനമായ സാഹചര്യത്തിലെന്ന് കണ്ടെത്തിയതിന്റെയും അടിസ്ഥാനത്തിൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. പൊതുമരാമത്ത് വകുപ്പിനെതിരെയും തൃശൂർ മേയർക്കെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. കരിവന്നൂർ വിഷയം കൈകാര്യം ചെയ്തതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറച്ച പിന്തുണയാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയത്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചില്ലായിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം ഇതിലും വർദ്ധിക്കുമായിരുന്നെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. നവകേരള സദസ്സ് തിരിച്ചടിയായി. പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിലെ പ്രതിസന്ധിയും സാധാരണക്കാരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പൊതുമരാമത്ത് വകുപ്പിന് നേരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. റോഡിലെ കുഴികൾ അടയ്ക്കാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. തൃശൂർ കുന്നംകുളം റോഡിലെ കുഴി സർക്കാരിനെതിരെ അവമതിപ്പുണ്ടാക്കി. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് കാലിടറിയിട്ടുണ്ട്. വിഷയം കൈകാര്യം ചെയ്തതിൽ വലിയ പോരായ്മ സംഭവിച്ചു. കുറ്റക്കാർക്കെതിരെ പാർട്ടി നടപടിയെടുത്തെങ്കിലും ഇടപാടുകാരിൽ അത് വിശ്വാസ്യത ഉണ്ടാക്കിയില്ല. ഇടപാടുകാർക്ക് ആവശ്യം പണമാണ്. പണം പൂർണ്ണമായി നൽകാത്തതാണ് ഇരിങ്ങാലക്കുടയിൽ LDFനെ 3ാം സ്ഥാനത്ത് എത്തിച്ചത്. അച്ചടക്ക നടപടിയിലല്ല, പണം നൽകുന്നതിലാണ് പാർട്ടി ശ്രദ്ധ ചെലുത്തേണ്ടിയിരുന്നതെന്നും വിമർശനമുണ്ടായി. 3 ദിവസമായി ചേർന്ന CPM നേതൃയോഗത്തിന്റെ അവസാന ദിനത്തിലാണ് ഇത്തരം വിലയിരുത്തലുകളുണ്ടായത്. യോഗത്തിൽ മേയർക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മേയർ സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടിയത് തിരിച്ചടിയായെന്നാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മേയറുടെ സുരേഷ് ഗോപി ബന്ധത്തിൽ ഭൂരിഭാഗം അംഗങ്ങളും അതൃപ്തി പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ നിർത്തിയിട്ടും പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കാനാകാത്തതിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, EP ജയരാജൻ എന്നിവരാണ് ഏറ്റവുമേറെ വിമർശിക്കപ്പെട്ടത്. പാർട്ടി ചിഹ്നം സംരക്ഷിക്കാൻ ഇത്തവണ വോട്ട് പിടിക്കണമെന്ന്
കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നടത്തിയ പരാമർശത്തിനെതിരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുണ്ടായി. പാർട്ടി ചിഹ്നവുമായി ബന്ധപ്പെട്ട ഈനാംബേച്ചി പരാമർശം അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു വിമർശനം. മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജനെതിരെയും വിമർശനമുണ്ടായി. BJP നേതാവ് പ്രകാശ് ജാവദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന തെരഞ്ഞെടുപ്പിന്റെ അന്ത്യഘട്ടത്തിലെ വെളിപ്പെടുത്തലും പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, നെല്ലുവില പൂർണ്ണമായി നൽകാനാവാതിരുന്നത് തുടങ്ങിയവയും കാർഷിക ജില്ലയായ പാലക്കാട്ട് നേരിട്ട തിരിച്ചടിക്ക് കാരണമായെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പോലീസ് സ്റ്റേഷൻ ആക്രമണം, 2 പേർ അറസ്റ്റിൽ. മങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞ് ജനൽ ചില്ലുകൾ തകർത്ത കേസിൽ മണ്ണൂർ നഗരിപ്പുറം വെള്ളാരംകുന്നിൽ 27 വയസ്സുള്ള അനിൽകുമാർ, നഗരിപ്പുറം മന്നത്തുകാട്ടിൽ 27 വയസ്സുകാരൻ മണികണ്ഠൻ എന്നിവരെയാണ് മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രിയോടെയാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞത്. കല്ലെറിഞ്ഞയുടൻ ഇരുവരും ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. കല്ലേറിൽ സ്റ്റേഷനിലെ മുൻവശത്തെ ജനൽ ഗ്ലാസ് തകർന്നു. ശബ്ദം കേട്ട് പോലീസുകാർ പുറത്തേക്ക് ഓടിയെത്തിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. SI V ഉദയകുമാർ, CPOമാരായ യാക്കൂബ്, സതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ പ്രതികളെ വീട്ടിൽ നിന്നും പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, ഞായറാഴ്ച രാത്രി 11:30ഓടെ നഗരിപ്പുറത്തെ സ്വകാര്യ വ്യക്തി നടത്തുന്ന തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയ 2 യുവാക്കളും ഉടമയും തമ്മിൽ അടിപിടി നടന്നിരുന്നു. തുടർന്ന് ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മങ്കര പോലീസ് എത്തി ഇരുകൂട്ടരോടും സംസാരിച്ച് കേസ് രമ്യതയിലാക്കുകയായിരുന്നു. എന്നാൽ ഈ യുവാക്കൾ രാത്രി 12:15ഓടെ ബൈക്കിലെത്തി മങ്കര സ്റ്റേഷനു നേരെ കല്ലെറിയുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയാണ് മങ്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് MSF പാലക്കാട് ജില്ലാ കമ്മിറ്റി പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ക്ലാസുകൾ തുടങ്ങിയ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ മാത്രം 17,000 വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. പ്രശ്നം കണ്ടില്ലെന്ന് നടിച്ച് സമരക്കാരെ പരിഹസിക്കുന്ന നിലപാടാണ് വകുപ്പ് മന്ത്രിയും സർക്കാരും സ്വീകരിക്കുന്നത്. നടപടിയുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് MSF നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഉപരോധത്തെ തുടർന്ന് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MSF ദേശീയ വൈസ് പ്രസിഡന്റ് MT അസ്ലം, ജില്ലാ പ്രസിഡന്റ് KU ഹംസ, ജനറൽ സെക്രട്ടറി PKM ഷഫീഖ്, ഭാരവാഹികളായ റാഷിഖ് കൊങ്ങത്ത്, MT ഹക്കീം, വസീം മാലിക്, ഫാസിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 6 കിലോ 700 ഗ്രാം കഞ്ചാവാണ് ഉച്ചയോടെ ഷൊർണൂരിലെത്തിയ നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്തിനെതിരെ റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിവരുന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് നേത്രാവതി എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉടമയില്ലാത്ത കറുത്ത ബാഗിൽ കഞ്ചാവ് കണ്ടെത്തിയത്. 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉച്ചയ്ക്ക് 12:15ഓടെയാണ് ഈ ട്രെയിൻ എത്തിയത്. അതേസമയം കഞ്ചാവ് കടത്തിയ വ്യക്തിയെ പിടികൂടാനായിട്ടില്ല. പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സമീപകാലത്ത് ഇത്രയേറെ കഞ്ചാവ് പിടിച്ചെടുക്കുന്നത് ആദ്യമായാണെന്നും റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കഞ്ചാവ് പിടിച്ചത് 6.25 കിലോയാണ് നമ്മൾ പിടിക്കാൻ പറ്റിയത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു 5 കിലോ 4 കിലോ ഒക്കെ പിടിക്കാൻ കിട്ടിയിരുന്നു. പിന്നെ ഏതായാലും 6.25 കിലോ പിടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതിന് പ്രതിനെ കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ ഒരുപാട് പേരിലേക്ക് ഇത് കഞ്ചാവ്, ഇതിപ്പോൾ 6.25 കിലോ തന്നെ 20 ഗ്രാം വീതം ഓരോരുത്തരിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ 350 പേരിലേക്കാണ് ഈ കഞ്ചാവ് എത്തുന്നത്. അപ്പം 350 കുടുംബാംഗങ്ങളെ പഴയ കുടുംബത്തിലെ അംഗങ്ങളെ രക്ഷിക്കുക എന്നുള്ളൊരു കാര്യം. പാലക്കാട് റെയിൽവേ DYSP P ശശികുമാർ, CI TV രമേശ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ASI സുരേഷ്, CPO സുധീഷ്, നൂർ മുഹമ്മദ്, സിജു, സജീവൻ, മറ്റ് ഡാൻസ് ഓഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
INTUC പാലക്കാട് ജില്ലാ പ്രസിഡന്റായി SK അനന്തകൃഷ്ണൻ ചുമതലയേറ്റു. പാലക്കാട് ജില്ലാ INTUC ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് അനന്തകൃഷ്ണൻ ചുമതലയേറ്റത്. യോഗം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. INTUC സീനിയർ വൈസ് പ്രസിഡന്റ് K അപ്പുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നെടും തൂണുകളിൽ ഒന്നായ അടിസ്ഥാന തൊഴിലാളി വർഗത്തെ മതേതര സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി മുതലാളിത്ത ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ രാജ്യത്തിന്റെ പുരോഗതികളിൽ ഭാഗഭാക്കാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മഹാത്മാജിയുടെ അനുഗ്രഹാശിസുകളോടെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് INTUC എന്ന് R ചന്ദ്രശേഖരൻ പറഞ്ഞു. തരിപ്പണമാക്കിയ കേന്ദ്ര ഗവൺമെന്റിന് ഈ രാജ്യത്ത് ഇനിയൊരു സ്ഥിരം തൊഴിൽ വേണ്ട എന്ന് പ്രഖ്യാപിച്ചു. അതിനൊക്കെതിരെയുള്ള ശക്തമായ സമരമാണ് നമ്മൾ നടത്തി വരുന്നത്. എത്ര സമരം നടത്തിയാലും കേന്ദ്ര ഗവൺമെന്റ് കുലുങ്ങത്തില്ല. അവർക്ക് ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനമാണ്. ആ 10 വർഷക്കാലം നമ്മുടെ നേതാക്കന്മാർ കൂടി അറിയാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ വന്നത്. INTUC എന്ന തൊഴിലാളി സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തൊഴിലാളി സംഘടനയാണ് INTUC. ലോകത്ത് ഇന്ത്യയിലെ നമുക്ക് 4 കോടി മെമ്പർഷിപ്പാണ്. നമ്മളെക്കാൾ കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത് ലോകത്തൊരു രാജ്യത്തെ ഉള്ളൂ, ചൈനയിലെ ചൈനീസ് ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ. പക്ഷേ ചൈനീസ് ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ സ്വതന്ത്രമല്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളത്തിലെ CIT-നെ തീരുമാനിക്കുന്നത് പോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ചൈനീസ് ട്രേഡ് യൂണിയൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആരാകണം, സെക്രട്ടറി ആരാകണം. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് A തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ MLA CP മുഹമ്മദ്, INTUC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, നിർവാഹക സമിതി അംഗം PR സുരേഷ്, തൊടിയൂർ രാമചന്ദ്രൻ, സുധാകരൻ പ്ലാക്കാട്ട്, കളത്തിൽ കൃഷ്ണൻകുട്ടി, MN ഗോകുൽദാസ്, P ബാലചന്ദ്രൻ, തനികാചലം, KV ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഭരത് ബാലൻ K നായരുടെ വാടാനംകുറിശ്ശിയിലെ വീട് സന്ദർശിച്ചു. ബാലൻ K നായരുടെ ഇളയ മകൻ അജയ്കുമാറിന്റെ നിര്യാണത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് AK ബാലൻ എത്തിയത്. ശാരദാ ബാലൻ K നായർ, മക്കളായ RB അനിൽകുമാർ, മേഘനാഥൻ, അജയ്കുമാറിന്റെ ഭാര്യ നിഷ, മക്കൾ എന്നിവരുമായി അദ്ദേഹം സംസാരിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഷൊർണൂർ വിജയൻ, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് തുടങ്ങിയവരും AK ബാലനൊപ്പമുണ്ടായിരുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വാഹനങ്ങളുടെ കൂട്ടയിടി. 4 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം. ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് തൊട്ടുമുന്നിൽ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് തൊട്ടുമുന്നിലുള്ള ധാർ ജീപ്പും ഇന്നോവ കാറും ഉൾപ്പെടെ വാഹനങ്ങളുടെ കൂട്ടയിടി നടന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരങ്ങൾ. അതേസമയം മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിലെ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ്. വിവിധ സ്ഥാപനങ്ങളിൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അതീവ ജാഗ്രത. ഷൊർണൂരിലെ ഹോട്ടൽ ബാലാജി, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ എണ്ണപലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കട, തെക്കേ റോഡ് ഭാഗത്തെ വീടിനോട് ചേർന്ന അനധികൃത ഷെഡിൽ എണ്ണപലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനം എന്നിവിടങ്ങളിലായിരുന്നു ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന. നഗരസഭാ പരിധിയിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും റെയിൽവേ സ്റ്റാളിൽ നിന്ന് വിറ്റ എണ്ണപലഹാരത്തിൽ ചത്ത തവളയെ കണ്ടെത്തിയ സാഹചര്യത്തിലുമാണ് റെയിൽവേ സ്റ്റാളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന മേൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഹോട്ടൽ ബാലാജിയിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്തതും തലേ ദിവസം പാകം ചെയ്തതുമായ ബീഫ്, മത്സ്യം, മത്സ്യക്കറി, ചപ്പാത്തി, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ദോശമാവ്, ദിവസങ്ങളോളം ഉപയോഗിച്ച ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ എണ്ണപലഹാരം ഉണ്ടാക്കുന്ന കടയിലെ ഫ്രീസറിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതായി കണ്ടെത്തി. മലിനജലം അടുക്കളയിൽ കെട്ടിനിൽക്കുന്ന അവസ്ഥയും കണ്ടെത്തിയിട്ടുണ്ട്. തെക്കേ റോഡിൽ വീടിനോട് ചേർന്ന് എണ്ണപലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഷെഡിന് നഗരസഭയുടെ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി.
ഇതോടൊപ്പം കുടിവെള്ളം ശേഖരിക്കുന്ന ടാങ്ക് വൃത്തിഹീനവും അടപ്പില്ലാത്തതുമാണ്. ഷെഡ് പക്ഷികളും മൃഗങ്ങളും മറ്റും കയറുന്ന രീതിയിൽ തുറന്നു കിടക്കുകയായിരുന്നു. അടുക്കള ഭാഗത്തെ തൊഴുത്ത് മാലിന്യങ്ങൾ കുന്നുകൂടിയ അവസ്ഥയിലാണെന്ന് അധികൃതർ കണ്ടെത്തി. ഹോട്ടൽ ബാലാജി, പലഹാരങ്ങളുണ്ടാക്കുന്ന കട, തെക്കേ റോഡിലെ വീടിനോട് ചേർന്ന ഷെഡ് എന്നിവ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കരുതെന്ന് കാണിച്ച് നഗരസഭാ എൻഫോഴ്സ്മെന്റ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ നേതൃത്വം നൽകി. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരിജകുമാരി എന്നിവരും സ്ക്വാഡിലുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വാഴനട്ട് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പറളി ഗ്രാമപഞ്ചായത്തിലെ 11, 12 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 5-ാം മൈൽ, കുറ്റിപ്പുള്ളി, കൂത്തുപറമ്പ് റോഡ് എന്നിവയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പറളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് പറളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KA ഹക്കീം, MV രാജു, H അബ്ദുള്ള, ലിബിൻ, ഫിറോസ്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. റോഡ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. റോഡാണോ അതോ വെള്ളച്ചാലാണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടന്നത്. ഈ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തും അതുപോലെ അധികൃതർക്കും വേണ്ട നിവേദനം കൊടുക്കാനും ഇത് ഈ റോഡ് ചെയ്തിട്ടെങ്കിൽ ഭാവി പരിപാടികളുമായി മുന്നോട്ട് പോകാനും ഇന്ന് കൂടിയ. തൃശൂർ ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. കീമാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 55 വയസ്സുള്ള KS ഉത്തമനാണ് മരിച്ചത്. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനും തൃശൂർ റെയിൽവേ സ്റ്റേഷനുമിടയിൽ രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ഒല്ലൂർ ഗാങ് നമ്പർ 2-ലെ കീമാൻ ഡ്യൂട്ടിക്കിടെ വേണാട് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. ട്രെയിനിന്റെ എഞ്ചിനടിയിൽ കുടുങ്ങിയ ഉത്തമൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എഞ്ചിനടിയിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം 12:45ഓടെയാണ് പുറത്തെടുക്കാനായത്. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അതേസമയം അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ അരിമ്പൂരിൽ ഗൃഹനാഥൻ വീടിന് മുകളിൽ നിന്നും വീണ മരിച്ചു. കണ്ടശം കടവ് അങ്ങാടിയിൽ അരി വ്യാപാരിയായ അരിമ്പൂർ സ്വദേശി 65 വയസ്സുള്ള ആൻഡോയാണ് മരിച്ചത്. വീടിന് മുകളിൽ കെട്ടിക്കിടന്ന വെള്ളം ഒഴിവാക്കാൻ കയറിയപ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നു. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ജീവനക്കാരെ വഴിയാധാരമാക്കുന്ന നിലപാടുകൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരല്ല കേരളത്തിലേതെന്ന കാര്യം റിലയൻസ് ജിയോ മാനേജ്മെന്റ് തിരിച്ചറിയണമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ദിവാകരൻ. ശമ്പള കുടിശ്ശികയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജിയോ ടവർ തൊഴിലാളികൾ പാലക്കാട് ജിയോ മൊബൈൽ എക്സ്ചേഞ്ചിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KK ദിവാകരൻ. രാജ്യത്തുള്ള എന്തും വരുതിയിലാക്കാമെന്ന ധാർഷ്ട്യമാണ് കോർപ്പറേറ്റ് കമ്പനികളെ നയിക്കുന്നതെന്ന് KK ദിവാകരൻ ചൂണ്ടിക്കാട്ടി. തൊഴിലാളി ദ്രോഹ നടപടികൾക്ക് ജിയോ പോലുള്ള കോർപ്പറേറ്റ് കമ്പനികളെ പ്രേരിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്. കേരള സർക്കാർ ആരെന്ന് തിരിച്ചറിഞ്ഞു വേണം ജിയോ മാനേജ്മെന്റ് പ്രവർത്തിക്കേണ്ടതെന്നും KK ദിവാകരൻ പറഞ്ഞു. അതിൽ സാധാരണ പറയുന്ന ഞങ്ങളെന്തായാലും എല്ലാ രാജ്യത്തും നിങ്ങൾ ശമ്പള വർദ്ധനയുള്ള ആവശ്യപ്പെട്ടു ധാരാളം കാശ് തരിക, അതൊന്നും മര്യാദ പറഞ്ഞു. ഞങ്ങൾ ബാക്കി വേതന വർദ്ധനവ് ആ വേതന വർദ്ധനവ് ഞങ്ങൾ മനസ്സിലായോ? യഥാർത്ഥത്തിൽ ആ വേതന വർദ്ധനവ് കാശ് ആ കാശ് വെച്ചത് നോക്കുന്നത് അതിനെന്താ തരും. PF ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടായിരുന്നു തൊഴിലാളി സമരം. ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അഭിജിത്ത്, അനീഷ്, രഞ്ജിത്ത്, സുനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുരുന്നുകൾക്ക് കളിയുപകരണങ്ങളുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 40 അംഗനവാടികൾക്കാണ് കളിയുപകരണങ്ങൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അങ്കണവാടികൾക്ക് കളിയുപകരണങ്ങൾ നൽകിയത്. 2023-24 വർഷത്തെ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കളിയുപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ നിർവഹിച്ചു. പഠനത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ആദ്യമായി എത്തുന്ന ഒരു ഇടമാണ്. കുടുംബം എന്നുള്ള സമൂഹത്തിൽ നിന്നും അവർ പുറത്തേക്ക് വരികയും ആദ്യമായി മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവർക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ഒരുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കേരള സർക്കാർ ആണെങ്കിലും വനിതാ ശിശു വികസന വകുപ്പാണെങ്കിലും
അംഗനവാടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 40 അംഗൻവാടികൾക്കാണ് കളിയുപകരണങ്ങൾ നൽകിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, മെമ്പർമാരായ എ.കെ. മുഹമ്മദ് അലി, കെ.വി. രാജേഷ്, ICDS സൂപ്പർവൈസർ ശ്യാംലി വിശ്വൻ, എം. ഉഷാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ കുന്നംകുളം റോഡിൽ താൽക്കാലിക കുഴിയടയ്ക്കൽ ആരംഭിച്ചു. റോഡ് തകർന്നതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് കരാർ ജീവനക്കാർ താൽക്കാലിക അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. റോഡിന്റെ തകർച്ച മൂലം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വഴിതിരിച്ച് വിടേണ്ട അവസ്ഥയുമുണ്ടായിരുന്നു. 3 ദിവസം കൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. 2 റോഡ് റോളറുകൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയ മിനി ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് റോഡിൽ കുഴികളടയ്ക്കാൻ ശ്രമം നടത്തിയിരുന്നു. പിന്നീട് പ്രതിഷേധം വ്യാപകമായതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് കരാർ ജീവനക്കാർക്ക് 29 ലക്ഷം രൂപ നിർമ്മാണ പ്രവൃത്തികൾക്കായി അനുവദിച്ചത്. ഇതോടെയാണ് തിങ്കളാഴ്ച മുതൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. നിലവിൽ ഒരു വശം മാത്രമാണ് പ്രവൃത്തി നടക്കുന്നത്. കുഴികളും ഗതാഗതക്കുരുക്കും അതിരൂക്ഷമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വടക്കാഞ്ചേരി വഴിയാണ് തിരിഞ്ഞ് തൃശൂരിലേക്ക് പോയത്. സംഭവത്തിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടകംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറിത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് നിർവഹിച്ചു. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത്. വാടകംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിയിടം അറിവിടം എന്ന പേരിലാണ് പച്ചക്കറിത്തോട്ടം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത്. പച്ചക്കറിത്തോട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് നിർവഹിച്ചു. പരിസ്ഥിതിയിലേക്കൊക്കെ ബന്ധപ്പെടുന്ന നിലയ്ക്ക് വളരെ വിപുലമായിട്ടുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് പൂർവ്വ വിദ്യാർത്ഥികൾ വാടകംകുറിശി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ ശക്തമാണ്. നിരന്തരമായി പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന അവിടെ ഉണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹായത്തോടുകൂടി വളരെ വിപുലമായി കൃഷിയിടം അറിവിടം എന്ന പേരിൽ നടക്കുന്ന ഈ ക്യാമ്പയിൻ ഔപചാരികമായി ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് K. അശോകൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ക്ലബ്ബ് പ്രസിഡന്റ് ബാലൻ, വൈസ് പ്രസിഡന്റ് പരമൻ, മറ്റു അംഗങ്ങളായ PP വിജയൻ, M. രാമേന്ദ്രൻ, വേണുഗോപാലൻ, ഗോവിന്ദൻകുട്ടി, മഞ്ജുനാഥ് എന്നിവർക്ക് പുറമെ പരിസ്ഥിതി ക്ലബിന് നേതൃത്വം നൽകുന്ന അധ്യാപകരായ അനിൽകുമാർ, ഷിജി, സ്കൂൾ HM M. ഗീത എന്നിവർ സംസാരിച്ചു. തോട്ടത്തിലേക്ക് ആവശ്യമായ 200 ഗ്രോ ബാഗുകൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൂണിതറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ VHSC പ്രവേശനോത്സവം നടന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന് സമ്മാനിച്ച വാട്ടർ പ്യൂരിഫയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ഈ പഞ്ചായത്ത് പ്രദേശത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന രീതിയിലാണ് നമ്മൾ പഞ്ചായത്ത് പ്രദേശത്ത് 6 LP സ്കൂളുണ്ട്. അതുപോലെ തന്നെ 3 UP സ്കൂളുണ്ട്. നമ്മുടെ സ്കൂളാണെങ്കിൽ പ്രീ പ്രൈമറി മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, 1 മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിങ്ങൾ തന്നെ. പ്രവേശനോത്സവ ചടങ്ങിൽ PTA പ്രസിഡന്റ് DB രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ C. ജിനേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. SMC ചെയർമാൻ VP സുനിൽകുമാർ, പ്രധാന അധ്യാപിക DP നിർമ്മല, MPTA പ്രസിഡന്റ് ഷിജി, അധ്യാപകരായ PA ഷാജഹാൻ, S. സൗമ്യ, K. അനിത, KK ജനിത, AK സുധീർ, K. സഹദേവൻ, P. പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കോഴ്സുകളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി സെമിനാറും നടത്തി. വിദ്യാലയത്തിലേക്ക് 1987 SSLC ബാച്ചാണ് കുടിവെള്ള ശുദ്ധീകരണി നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അധികൃതർക്ക് പുറമെ പൂർവ്വ വിദ്യാർത്ഥികളായ K. ദിനേശ് കുമാർ, TS ഉഷ, EK സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
വാടാനംകുറിശി RFP കലാസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക വായനാ പരിപോഷണ പരിപാടി സംഘടിപ്പിച്ചു. വായനാ മഴ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എഴുത്തുകാരി MP പ്രേമ ഉദ്ഘാടനം ചെയ്തു. വായനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മികച്ച കാര്യങ്ങൾ സമൂഹത്തിന് നൽകാൻ കഴിയും എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഇനി നമ്മൾ വായനയ്ക്ക് ഭാഷ വിട്ടിട്ട് നമ്മൾ വായനയിലേക്ക് വരികയാണെങ്കിൽ ജീവനാണ് വായന എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോ വായനാ ദിനം ഒരു വിഭാഗം ആളുകളും ഒരു സമൂഹവും വായനാ ദിനം നമ്മൾ സമുചിതമായി ആഘോഷിച്ചു കഴിഞ്ഞു. പത്മശ്രീ ടീച്ചർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർ ജലജ അധ്യക്ഷയായി. ലൈബ്രറി കൗൺസിൽ അംഗം സുധ ടീച്ചർ മുഖ്യ അതിഥിയായി. ചടങ്ങിൽ വെച്ച് മികച്ച വായനക്കാരായ PV ശ്രീധര വാര്യർ, കുഞ്ഞിക്കോരൻ, ശ്യാംനാഥ്, ഷീജ, MT രാമചന്ദ്രൻ തുടങ്ങിയവരെ ആദരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പ്രസിഡന്റ് ഹരിദാസൻ, PP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർ തങ്ങളുടെ വായനാനുഭവം പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കഴിഞ്ഞ ദിവസം പറളി തേനൂരിൽ അവശനിലയിൽ കണ്ടെത്തിയ വയോധികന് അഭയം നൽകി പത്തിരിപ്പാല കാരുണ്യഭവൻ. മങ്കര ജനമൈത്രി പോലീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് 74 വയസ്സുള്ള നിരാശ്രയനായ വയോധികന് കാരുണ്യഭവനിൽ അഭയം നൽകിയത്. തേനൂരിൽ റോഡിന് സമീപം വയോധികനെ അവശനിലയിൽ കണ്ട നാട്ടുകാർ മങ്കര പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ജനമൈത്രി പോലീസ് ഓഫീസർമാരായ SI ജഗദീശൻ, ASI ഉഷ എന്നിവരുടെ നേതൃത്വത്തിൽ മങ്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വയോധികനെ കുളിപ്പിച്ച് പുതുവസ്ത്രവും ഭക്ഷണവും നൽകി. തുടർന്ന് പോലീസ് തിരക്കിയപ്പോഴാണ് ഹരിദാസ് എന്നാണ് പേരെന്നും വാണിയംകുളമാണ് സ്വദേശമെന്നും വയോധികൻ പറഞ്ഞത്. നിരാശ്രയനായ വയോധികന്റെ അവസ്ഥ മനസ്സിലാക്കിയ മങ്കര പോലീസ് പത്തിരിപ്പാലയിലെ കാരുണ്യഭവനുമായി ബന്ധപ്പെട്ടതോടെയാണ് വയോധികന് കാരുണ്യഭവനിൽ താമസിക്കാനുള്ള അനുമതി ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് മേഖലയിലെ DYFI യൂണിറ്റുകൾ സംയുക്തമായി പഠനോത്സവം സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് P രാജേഷ് ഉദ്ഘാടനം ചെയ്തു. DYFI കാരക്കാട് നോർത്ത്, കാരക്കാട് സെന്റർ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പഠനോത്സവം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. P രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാം വട്ടം സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഒരു തവണ എഴുതി പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ്. രണ്ടാം തവണ പരീക്ഷ എഴുതാൻ കഴിയും. രണ്ടാം തവണ സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതി രണ്ടാം തവണയും പരാജയപ്പെട്ടു. മൂന്നാം തവണ പരീക്ഷ എഴുതി. ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയിൽ മൂന്നാമത്തെ തവണ പരീക്ഷ എഴുതാമെന്ന് എഴുതി നോക്കിയപ്പോൾ ആ മൂന്നാം തവണയും IAS എക്സാമിൽ പരാജയപ്പെട്ടു. 3 തവണയും എക്സാമിൽ പരാജയപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു, ഇപ്പൊ നീ എന്റെ അതായത് IT മേഖലയിൽ ഇപ്പൊ അറിയാലോ, IT സെക്ടറിലൊക്കെ നല്ല ശമ്പളമാണ്. 60,000, 70,000, 75,000, 80,000 ഒക്കെ ബേസിക് ശമ്പളമാണ്. നിനക്ക് ആ ശമ്പളം കിട്ടുന്ന ജോലിക്ക് തന്നെ നീ പോയിപ്പോന്ന് പറഞ്ഞു ജോലിക്ക് അദ്ദേഹത്തിനെ നിർബന്ധിച്ചു വിടുകയാണ്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. DYFI ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ്, മേഖലാ സെക്രട്ടറി വിനീത്, കൗൺസിലർ CK സൗമ്യ എന്നിവർ പ്രസംഗിച്ചു. മേഖലാ പ്രസിഡന്റ് സുധീഷ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ P രാഗേഷ്, അഞ്ജല, ഷഹർബാൻ, ശ്യാം, ബ്രാഞ്ച് സെക്രട്ടറി ദേവരാജ്, അരുൺ, അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടൂരിലെ തണൽ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവുമായ കല്ലൂർ ബാലൻ ഉദ്ഘാടനം ചെയ്തു. കഴിക്കുന്ന ഭക്ഷണം എല്ലാം വർഷമായി മാറിക്കൊണ്ടിരിക്കുക, ആവാസ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുക, കുടിവെള്ളം കിട്ടുന്നില്ല, ശുദ്ധവായു ഇതൊന്നും ഇല്ലാതായി വരിക. ശുദ്ധജലത്തിന് വേണ്ടി കടലിൽ നിന്ന് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് റേഷൻ ടാപ്പിലൂടെ കുറേശ്ശെ കഴിക്കേണ്ട ഗതികേടാകുന്നു. അത്രയ്ക്ക് മാത്രം ശുദ്ധജലം മലിനമായിരിക്കുകയാണ്. ചടങ്ങിൽ തണൽ ജോയിന്റ് സെക്രട്ടറി PS രാജേഷ് അധ്യക്ഷനായി. തണൽ ജനറൽ സെക്രട്ടറി ഉണ്ണിക്കുട്ടൻ, രക്ഷാധികാരി നാരായണൻകുട്ടി, KK റഹ്മാൻ, കീരിപ്പാറ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തണൽ എക്സിക്യൂട്ടീവ് അംഗം വിനയൻ ചടങ്ങിൽ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലക്കിടി 2 NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. NSSന്റെ അഭിപ്രായം എന്താണ്, ചങ്ങനാശ്ശേരിയിൽ എന്താ പറയുന്നത്, അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ നാട്ടുകാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
ഇതൊക്കെ പറയും സുകുമാരനായർ അങ്ങനെയായിരുന്നു, സുകുമാരനായർ ഇങ്ങനെയാണ്, സ്വന്തമാണ്, ഇതൊക്കെ പറയും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ റിക്വസ്റ്റ് ചെയ്യാനുള്ള എന്താണ്, നമ്മളെ സമുദായത്തിനെ വളർത്തിയെടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിന് നമ്മളെ പറ്റി ഒരാൾ കുറ്റം പറയുമ്പോൾ അവരൊക്കെ നോക്കി നിന്ന് ചിരിക്കരുത് എഴുതിയിട്ട്. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി P പ്രദീപ്, വനിതാ സമാജം പ്രസിഡന്റ് രാധിക ബാലൻ, V ദണ്ഡപാണി, KP ദിവാകരൻ, മഞ്ജു രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുത്ത P നാരായണനെയും SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും പൂക്കാട്ടുകുന്ന് ക്ഷീരസംഘവും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമയത്തും സംഘടിപ്പിക്കുന്നവരാണ് നമ്മളെ ഈ ഐ ഫൗണ്ടേഷൻ എന്ന കണ്ണാശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ നാട്ടിലൊട്ടേക്ക് നടത്തുന്നുണ്ട്. നമ്മളെ ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ് കണ്ണ് എന്നുള്ളത് നമുക്ക് പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. കണ്ണ് നേരത്തെ ഇവിടെ വന്ന് ചിലർ പറഞ്ഞു കേട്ടു നമ്മളെ കണ്ണ് തീരെ കാഴ്ച തന്നെ ഇല്ലാതായിരുന്നു, ചിലവരെ കണ്ണ് മങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂക്കാട്ടുകുന്ന് ക്ഷീരസംഘം ഓഫീസിൽ നടന്ന ക്യാമ്പിൽ പേരൂർ ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷനായി. ക്ഷീരസംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ, വാർഡംഗം സുജിനി, സുനിത തുടങ്ങിയവർ സംസാരിച്ചു. 100-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്മശ്രീ P ചിത്രൻ നമ്പൂതിരിപ്പാട് സ്മൃതി കേന്ദ്ര സമിതിയുടെ പ്രഥമ ചിത്രൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സാഹിത്യകാരൻ C രാധാകൃഷ്ണന്. 4,00,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ 1ാം ചരമവാർഷിക ദിനമായ ജൂൺ 27-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തൃശൂർ ഭാരതീയ വിദ്യാഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പത്മശ്രീ കലാമണ്ഡലം ഗോപി പുരസ്കാരം സമ്മാനിക്കുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. 25,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആലങ്കോട് ലീലാകൃഷ്ണൻ P ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണ പ്രഭാഷണം നടത്തും. P ബാലചന്ദ്രൻ MLA, മുൻ MLA തേറമ്പൽ രാമകൃഷ്ണൻ, TS പട്ടാഭിരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. ഇക്കൊല്ലത്തെ അവാർഡ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ C രാധാകൃഷ്ണനാണ്. എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ അവാർഡ് കൊടുക്കും. ഇപ്രാവശ്യം തൃശ്ശൂർ വെച്ച് നടത്തുന്നു. തൃശ്ശൂർ ഭാരതീയ വിദ്യാഭവൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ദീർഘകാലം ഭാരതീയ വിദ്യാഭവൻ്റെ വൈസ് ചെയർമാനായിരുന്നു. വിദ്യാഭവൻ ശ്രീ രാധാകൃഷ്ണൻ സമ്മാനിക്കുന്നത് പത്മശ്രീ കലാമണ്ഡലം ഗോപി അദ്ദേഹമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയ പരാജയം സംഭവിക്കുമായിരുന്നുവെന്ന് വിലയിരുത്തൽ. പൊതുമരാമത്ത് വകുപ്പിനും തൃശൂർ മേയർക്കും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കരിവന്നൂർ വിഷയത്തിൽ കാലിടറിയെന്നും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലനും EP ജയരാജനും വിമർശനം. മംഗല പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മണ്ണൂർ നഗരിപ്പുറം സ്വദേശികളായ അനിൽകുമാർ, മണികണ്ഠൻ എന്നിവർ. പ്രതികൾ പോലീസ് സ്റ്റേഷന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തത് ഞായറാഴ്ച. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് MSF. പാലക്കാട്ട് MSF ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രശ്ന പരിഹാരം വരെ സമരമെന്ന് MSF. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് പിടികൂടി. 6 കിലോ 700 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് ഉച്ചയോടെ ഷൊർണൂർ ജംഗ്ഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ. കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയ്ക്കിടെ. പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് സൂക്ഷിച്ച ബാഗ് ട്രെയിനിൽ ഉപേക്ഷിച്ചതാകാമെന്ന് അധികൃതർ. INTUC പാലക്കാട് ജില്ലാ പ്രസിഡന്റായി SK അനന്തകൃഷ്ണൻ ചുമതലയേറ്റു. സ്ഥാനം ഏറ്റെടുത്തത് പാലക്കാട്ട് നടന്ന ജില്ലാ പ്രവർത്തക യോഗത്തിൽ. അടിസ്ഥാന തൊഴിലാളി വർഗത്തെ മതേതര സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടെ മുതലാളിത്ത ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ നയിക്കുന്ന പ്രസ്ഥാനമാണ് INTUC എന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന നിലപാടുകൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരല്ല കേരളത്തിലെന്ന കാര്യം റിലയൻസ് ജിയോ മാനേജ്മെന്റ് തിരിച്ചറിയണമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ദിവാകരൻ.
പാലക്കാട് ജിയോ എക്സ്ചേഞ്ചിന് മുന്നിൽ തൊഴിലാളികളുടെ പ്രതിഷേധ സമരം. സമരം PF ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട്. ഷൊർണൂർ തൃശൂർ റൂട്ടിലെ വടക്കാഞ്ചേരി പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽപ്പെട്ടത് 4 വാഹനങ്ങൾ. തൃശൂർ ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് കീമാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 55 വയസ്സുള്ള KS ഉത്തമൻ. തൃശൂർ അരിമ്പൂരിൽ ഗൃഹനാഥൻ വീടിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു. ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ഷൊർണൂരിലെ ഹോട്ടലുകളിലും പലഹാര നിർമ്മാണശാലകളിലും പരിശോധന ശക്തമാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 3 സ്ഥാപനങ്ങൾ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ അടച്ചിടാൻ ഉത്തരവ്. നടപടി പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയതിന്റെയും പ്രവർത്തനം വൃത്തിഹീനമായ സാഹചര്യത്തിലെന്ന് കണ്ടെത്തിയതിന്റെയും അടിസ്ഥാനത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.